വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇപ്പോൾ നാം നോക്കുന്നത്. ദേഷ്യത്തെ മൗനം കൊണ്ട് നേരിട്ടാൽ ബന്ധങ്ങൾ അറ്റുപോകാതെ കൂടെ നിൽക്കും. ഇന്നത്തെ സാമൂഹിക കുടുംബ ജീവിത പശ്ചാത്തലത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രസക്തമായൊരു വാക്കാണ്. നിങ്ങളൊന്ന് നോക്കിയ ആ വാക്ക്, ദേഷ്യത്തെ മൗനം കൊണ്ട് നേരിട്ടാൽ ബന്ധങ്ങൾ അറ്റുപോകാതെ കൂടെ നിൽക്കും. പലപ്പോഴും ബന്ധങ്ങളിൽ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും സൗഹൃദ ബന്ധങ്ങളാണെങ്കിലും പ്രണയമാണെങ്കിലും ദേഷ്യത്തെ മൗനം കൊണ്ട് നേരിട്ടാൽ ബന്ധങ്ങൾ അറ്റുപോകാതെ കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത്. ബന്ധങ്ങൾ അറ്റുപോകുന്നത് തടയാനായിട്ട്, ബന്ധങ്ങൾ അറ്റുപോകുന്നത് ഇല്ലാതെയാക്കാനായിട്ട് ദേഷ്യത്തെ മൗനം കൊണ്ട് നേരിട്ടാൽ നമുക്കത് നിലനിർത്താൻ സാധിക്കും. പല ബന്ധങ്ങളും തകർന്നു പോകുന്നത്, പല ബന്ധങ്ങളും നശിച്ചു പോകുന്നത് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ പറയുമ്പോഴാണ്. പക്ഷെ അതൊക്കെ മൗനം കൊണ്ട് നാം അതിനെ നേരിട്ടാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ആ ബന്ധങ്ങൾ അറ്റുപോകില്ല. ദേഷ്യം വരുമ്പോൾ പറയാനുള്ളതൊക്കെ പറഞ്ഞാൽ പിന്നീട് ആ ദേഷ്യം തണുക്കുമ്പോഴേക്കും നമ്മുടെ ദേഷ്യം മാറിയിട്ടുണ്ടാവും. പക്ഷേ ആരെക്കുറിച്ചാണോ നമ്മൾ പറഞ്ഞാൽ അവർക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതായി പോകും. അവരത് സമ്മതിക്കാതെയായി പോകും. അല്ലെങ്കിൽ അവർ വീണ്ടും അതിന് പകരമായി പറയുമ്പോൾ നമുക്ക് വീണ്ടും ദേഷ്യം വരും. അങ്ങനെ ദേഷ്യവും അതിൻ്റെ മറുപടിയും ഒക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും. പക്ഷെ നമ്മൾ ദേഷ്യത്തെ മൗനം കൊണ്ട് നേരിടുകയാണെങ്കിൽ, അതിനെ മാറ്റിമറിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ നന്മയുണ്ടാക്കാൻ സാധിക്കും, ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.